അതായത് ഒരു കോളേജ്. ഇതാണ് മേലാമറ്റം എന്ന് പറഞ്ഞ സ്ഥലമാണ്. ഇവിടെ ഒരു ബസ്സുണ്ട് കേട്ടോ. മേച്ചാൽ അത് ഇല്ലിക്കല്ല് വരെ പോവോ? മേച്ചാൽ ഒരു 2-3 കോട്ടയത്തിൽ നിന്ന് വരുന്ന വണ്ടിയാണ്. ബോസ്കോ ബി അല്ലേ? മോസ്കോ. നല്ല കാണാൻ കാഴ്ചകളൊക്കെ ഉണ്ടാവും അല്ലേ? വൈകുന്നേരം ആകുമ്പോൾ നല്ല ഉണ്ടാവും തോന്നുന്നല്ലേ? അതിന് തന്നെയാണ് നമ്മളിവിടെ വരുന്നത് തന്നെ. ഒന്നും കാണാൻ പറ്റിയില്ലെങ്കിലേ ഇതുള്ളൂ. ഇത് മേല് ഇതല്ലേ? ഇരുമാപ്ര എന്ന് പറയും. ഇരുമാപ്ര ഇവിടുത്തെ ചെറിയ ചെറിയ സ്ഥലങ്ങളാണ്. ഫേമസ് ഒന്നുമല്ല. നമ്മൾ വന്നത് അവിടെ നിന്നാണ്. ഇതാണ് ഇല്ലിക്കൽ ടൂറിസ്റ്റ് സ്പോട്ടിലെ ലൊക്കേഷൻ. അവിടുത്തെ ഒരു റിസോർട്ട്. ഇതാണ് ആ മൈൻഡ് ഫ്രീ സ്റ്റേഷൻ എന്ന ഹോം സ്റ്റേ. ഇപ്പോൾ ഇവിടുത്തെ ഹോം സ്റ്റേ ആണിത്. കംപ്ലീറ്റ് ഗ്ലാസ് കൊണ്ട് നിർമ്മിച്ച ഹൗസാണ്. അടിപൊളി സ്റ്റേ തന്നെയാണ്. ഇത് ലൊക്കേഷൻ ഒന്നും പറയാനില്ല. ഒന്നൊന്നര ലൊക്കേഷൻ തന്നെയാണ്. ഇവിടെ മെയിൻ കാണാനുള്ള സ്ഥലം എന്ന് പറയുന്നത് ഒരു വലിയൊരു കല്ലുണ്ട്. ഇല്ലിക്കല്ല് എന്ന് പറയും. വലിയ പാറ, ഇച്ചിരി ഹൈറ്റിൽ. അപ്പോൾ അതുണ്ട്. പിന്നെ വാട്ടർഫാൾസ് ഉണ്ട്. പിന്നെ ഇലപ്പുഴ പൂഞ്ചിറ. ഇലപ്പുഴ പൂഞ്ചിറ കുറച്ച് ദൂരമാണ്. പക്ഷെ അത് ഇതിനെക്കാട്ടും ബെസ്റ്റ് എന്നാണ് തോന്നുന്നത്. അപ്പോൾ അതും രണ്ടും കാണാം. അടിപൊളിയല്ലേ? ഇത് ഇല്ലിക്കൽ കല്ലിൻ്റെ അടുത്തുള്ള സ്ഥലമാണ്. ഇതിൻ്റെ മുകളിലാണ് ഇല്ലിക്കല്ലുള്ളത്. അടിപൊളിയിലൊക്കെ ആ കോടമഞ്ഞൊക്കെ ഇറങ്ങി വരുന്നുണ്ട്. അപ്പം പോയാൽ നല്ല ബെസ്റ്റ് ടൈമായിരിക്കും. കാണുന്നല്ലേ? നിങ്ങൾ സ്ഥിരം കാണുന്നതായിരിക്കും. ഇതാണ് ഇല്ലിക്കല്ല്. തിരുനെറ്റിക്കല്ല്. പരിസമാപ്തിയിലെത്തിയിരിക്കുന്നു ഗൈസ്. ഫോട്ടോ എടുക്കണ ജോസ.
ഇവിടെ ലൈറ്റ് ഹൗസ് കണ്ടോ, ചെറിയ സെറ്റപ്പ്. അത് ഗവൺമെൻറ്റിൻ്റെ അല്ല, അത് പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ്. അത് ഒരു വലിയ റിസോർട്ടാണ്. ഒരു ഗ്രൂപ്പ് ഫാമിലി ഗ്രൂപ്പ്സിനൊക്കെ മാത്രമാണ്. അപ്പോൾ ഇത് ഇവിടുത്തെ കോട്ടേജൊക്കെ ഈ ടൈപ്സ് ആയിരിക്കും, ഈ ഒരു ഷേപ്പിൽ. പിന്നെ ഗ്ലാസ് കൊണ്ട് നിർമ്മിച്ച വാള്, പിന്നെ ഷീറ്റ്. ഇതാണ്. അപ്പം അങ്ങനത്തെ 1, 2, 3 കോട്ടേജസ് ഉണ്ട്. ഭൂരിഭാഗം ബാച്ചിലേഴ്സാണുള്ളത്. ഒരു ഫാമിലി കോട്ടേജ് ഉണ്ട്. ഇതാണ്, ഇത് ബാച്ചിലർ കോട്ടേജാണ്. അപ്പോൾ നമുക്കിതിൻ്റെ ഉള്ളൊന്ന് കാണാം. ഇത് കണ്ടോ, ഇത് നല്ല അടിപൊളി സെറ്റപ്പ് തന്നെയാണ്. കല്ലൊക്കെ നിറച്ച് വെച്ചിരിക്കുന്നുണ്ട് വീട്ടിൽ. അപ്പോൾ ഇതിൽ ടേബിള് എല്ലാ സെറ്റപ്പും കൊടുക്കുന്നുണ്ട്. അത്യാവശ്യം നല്ല ചെറിയൊരു ടോയ്ലറ്റ് സെറ്റപ്പ് ഉണ്ട്. ഓരോന്നും ഓരോ വെറൈറ്റി തരം റൂമാണ്. ഫാമിലി കോട്ടേജ് കാണിച്ചു തരാം. ഫാമിലി കോട്ടേജ് വളരെ ഡിഫറെൻ്റാണ്. അതൊരു ബാച്ചിലറാണ്. അപ്പോൾ ഇവിടെ ഒരു 4 പേര് എനിക്ക് തോന്നുന്നു അഡ്ജസ്റ്റ് ചെയ്യാം. അവരെത്രയാണ് അത് അനുവദിക്കുന്നത് എന്നുള്ളത് അവരെ കോൺടാക്റ്റ് ചെയ്യണം. ഏറ്റവും വലിയതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ പേര് പോലെ തന്നെ മൈൻഡ് ഫ്രീ ആണ് ഇതിൻ്റെ ഈ കോട്ടേജിൻ്റെ പേര്. അപ്പോൾ നമുക്ക് റിലാക്സ് ചെയ്യാനൊക്കെ ഇവിടെ വന്ന് ഇരിക്കാം. ഫുഡൊക്കെ ആണെങ്കിൽ അവർ ഇവിടെ ഇതുവരെ തുടങ്ങിയിട്ടില്ല. അത് നേരത്തെ പറഞ്ഞിട്ട് അവർ കൊണ്ടുവരും. അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടത് ഈ ലൊക്കേഷനും ഇതിൻ്റെ വൈബൊക്കെയാണ്.